കണ്ടോ ഈ ഒരു ഹോൺ മാറ്റി അവർ ബജാജ് ഷോറൂമിൽ വീണ്ടും എത്തിയിട്ടുണ്ട്. നമ്മളെ വണ്ടീൻ്റെ സർവീസെല്ലാം കഴിഞ്ഞിട്ടോ, പക്ഷേ ഓല് പറഞ്ഞ പോലെ ഹോൺ മാറിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഗാബ്രയിൽ മാറ്റിയിട്ടോ. ഈ ഗാബ്രയിൽ മാറ്റാൻ സിമ്പിളാണ് ഈ ഒരു സീറ്റ്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മൾ വ്ളോഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ റാഷിൻ്റെ വണ്ടിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോവാണ്. മെയിനായിട്ടെന്ന് പറയുമ്പോൾ ഇന്ന് അവൻ്റെ വണ്ടീൻ്റെ ഫസ്റ്റ് സർവീസാണ്. അപ്പോൾ ഫസ്റ്റ് സർവീസിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ മുമ്പ് ഇതിൻ്റെ റിവ്യൂ വീഡിയോ ഇട്ട സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു എന്താ പറയുക പൾസറിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം, അതായത് വണ്ടീൻ്റെ ലുക്ക് ഒന്നും കൂടെ കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യമാണ് ഇത് ഈ ഒരു ഗാബ്രയിലുണ്ടല്ലോ, ഇത് മാറ്റിയിട്ട് ഇങ്ങനെയുള്ളൊരു ഗാബ്രയിലുണ്ടല്ലോ, നമ്മുടെ ഡിസ്കവറിൻ്റെ ഒക്കെ ഏതൊരു മോഡലിന് വരുന്ന സാധനമാണ്. അപ്പോൾ അത് ചെയ്യാനുള്ള നമ്പർ 1 അത്. രണ്ടാമത്തെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഹോണാണ്, ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഈ ഒരു ഹോൺ മാറ്റി ആ ഒരു ബജാജിൻ്റെ ഒരു ബ്രാൻഡിങ്ങോട് കൂടിയിട്ടുള്ള ഹോൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യമാണ് കാര്യമായിട്ട് ചേഞ്ച് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് രണ്ട് കാര്യം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഇതിൻ്റെ ആഫ്റ്റർ എന്താ പറയുക ആ ഒരു റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു ഇൻഡിക്കേറ്റർ അതുപോലെ ടെയില് സംഭവമൊക്കെ ഒന്ന് ജസ്റ്റ് ടിൻ്റ് അടിക്കാനുണ്ട്, അതായത് ഒന്ന് കൂൾ ഫിലിം അടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സാഹചര്യ സമയമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതെല്ലാം കൂടെ ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ്, പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഈ സർവീസ് കാര്യമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ചെയ്യാനുള്ള സമയം കിട്ടുമെന്ന്. അപ്പോൾ എന്തായാലും സാഹചര്യം പോലെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന് സർവീസിന് കൊണ്ടുകൊടുത്തിട്ട് സർവീസിൻ്റെ സ്ഥലത്തു നിന്നായിരിക്കും, അതായത് ഷോറൂമിൽ നിന്ന് തന്നെ ആയിരിക്കും ഈ ഒരു ഡിസ്കവറിൻ്റെ ഈ ഒരു ഗാബ്രയിൽ ചെയ്യുന്നത്. അതുപോലെ ഹോണും ചെയ്യുന്നത്. ഹോൺ ഇതിനിപ്പോൾ സിംഗിൾ ഹോണാണ്. അപ്പോൾ ഇത് ഡബിളാവും, ആ ഒരു സൗണ്ട് വരുന്ന സമയത്ത് ഡബിളാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഈ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. എനിക്ക് പെട്ടെന്ന് ഇത് സർവീസിന് കൊണ്ടു കൊടുക്കണം, എന്നാലാണ് എനിക്ക് മാക്സിമം പെട്ടെന്ന് വണ്ടി സർവീസ് കഴിഞ്ഞ് കിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം നോക്കാം. വണ്ടി ഇപ്പോൾ എത്ര ഓടിയിട്ടുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. ഏകദേശം 702 വണ്ടി ഇപ്പോൾ ഓടിയിട്ടുള്ളത്. അപ്പോൾ ആ റേഞ്ചിലാണ് തോന്നുന്നുണ്ട് ഇതിൻ്റെ സർവീസ് വരുന്നത്. അപ്പോൾ പീരിയോഡിക് സർവീസാണ്, ഓയിൽ ചേഞ്ച് ഉണ്ടാവും, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. അതായിരിക്കും മിക്കവാറും ഫസ്റ്റ് സർവീസ് ഉണ്ടാവുക. ഞാൻ മുമ്പ് ഷാബാസിൻ്റെ വണ്ടി ഇതുപോലെ ചേളാരിയിൽ നിന്ന് ചെയ്തപ്പോൾ ആ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും അല്ല ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇനി ബാക്കി നമുക്ക് ഇതിൻ്റെ ഒരു ഔട്ടർ ലുക്ക് ആ ഒരു സമയത്ത് കാണാം, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അതിൻ്റെ പ്രൈസ് ആയാലും ഡീറ്റെയിൽസ് ആയാലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഇന്ന് അതിന് വേണ്ടി ഇറങ്ങിയാണ്. മിക്കവാറും ഈ ഒരു വണ്ടി കൊടുത്തിട്ട് ഞാൻ ചിലപ്പോൾ കുറച്ച് സമയം പോസ്റ്റായി നിൽക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ബിഫോർ ലുക്ക് ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചേക്ക് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന്. ഹോൺ നിങ്ങൾ നേരത്തെ കേട്ടില്ലേ, ഇവിടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ട്, ഹോൺ അധികം അടിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഹോൺ ഒറ്റ തവണ ഞാൻ അടിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ബാക്കിയുള്ള ആ ഒരു ലുക്കെല്ലാം നോക്കിക്കേ, ആ ഒരു ഗാബ്രയിലിൻ്റെ ലുക്ക്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ബോറല്ലേ സംഭവം? ബോറല്ലേ? വണ്ടി അവിടെ ഇട്ടിട്ടുണ്ട് സർവീസിന്. അപ്പോൾ ഇപ്പോൾ കിട്ടില്ല എന്ന് പറഞ്ഞേ. ഗൈസ്, അങ്ങനെ നമ്മളിതേ ഷോറൂമിൽ വീണ്ടും എത്തിയിട്ടുണ്ട്. നമ്മളെ വണ്ടീൻ്റെ സർവീസെല്ലാം കഴിഞ്ഞിട്ടോ, പക്ഷേ ഓല് പറഞ്ഞ പോലെ ഹോൺ മാറിയിട്ടില്ല. ഹോൺ ഓല് ഡബിൾ ഹോൺ ആക്കി ഒന്നിന് പേരിന്, പക്ഷേ എന്താക്കിയിട്ടില്ല, ആ ഒരു സൗണ്ട് വന്നിട്ടില്ല 150. ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്തപ്പം 150ൻ്റെ സൗണ്ടേ അല്ല. അപ്പോൾ രണ്ട് ഹോണും മാറണം, എന്നാലാണ് 150ൻ്റെ സൗണ്ട് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ റാഷിക്ക് ഒരു ഹോൺ മാറാനേ താല്പര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇതും കൂടി ചെയ്യണ്ട, നല്ല ഫണ്ടാവും. രണ്ട് ഹോണും കൂടി ആകുമ്പോൾ ഏകദേശം ഒരു 500 ആ റേഞ്ചൊക്കെ ആവും എന്തായാലും. അപ്പോൾ പിന്നെ മാറണ്ടെന്ന് വെച്ച്, അപ്പോൾ അങ്ങനെ വെച്ചേക്കുവാണ്. കണ്ടില്ലേ, റാശി പറഞ്ഞു ഇനി ആദ്യമേ മാറണ്ട, ഹോൺ മാറ്റണ്ടെന്ന്. പിന്നെ ഞാൻ നിർബന്ധപ്രകാരം എന്താ പറയുക, ഞാനാണ് അവനോട് പറഞ്ഞത്. എന്നോട് ഷോറൂമെന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു പീസ് മാറിയാൽ മതി എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഷോറൂമിൽ നിന്ന് ഒരു പീസ് മാറിയാൽ മതി, ചെറിയ പൈസ എല്ലാം ആവുള്ളൂ, മാറ്റിക്കോന്നൊക്കെ അവനോട് പറഞ്ഞ് മാറ്റി വെച്ചാണ്. അപ്പോൾ ഇപ്പം ആ ഒരു സൗണ്ടും വന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ച് മാറ്റിച്ചാണ്. അപ്പോൾ ഇതാണ് മറ്റേ സാധനം. ഇത് ഞാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചാണ്. ഇതിന് ഏകദേശം 600 സംതിങ് ഉണ്ട് കേട്ടോ. ഇത് പൾസറിൻ്റെ അല്ല, ഇത് ഡിസ്കവറിൻ്റെ ആണ്. അപ്പോൾ ഇതെല്ലാവരും പൾസറിന് ചെയ്യണൊരു സംഭവമാണ്. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സംഭവം കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഈ ഗാബ്രയിൽ മാറ്റിയിട്ടോ. ഈ ഗാബ്രയിൽ മാറ്റാൻ സിമ്പിളാണ്. ഈ ഒരു സീറ്റ് അയക്കുക, ഇത് കഴിഞ്ഞിട്ട് ഇവിടെ 4 എന്താ പറയുക 12ൻ്റെ ബോൾട്ട് ഉണ്ടാവും, അത് അയക്കുക, സാധനം മാറ്റുക. ഇത് പക്ക സ്യൂട്ടബിളാണ്, വലിയ പ്രശ്ന കാര്യമൊന്നുമില്ല. അഥവാ ഹോള് ചെറിയ രീതിക്കുള്ളൊരു അങ്ങോട്ടും ഇങ്ങോട്ടോ, അതായത് ഈ ഒരു സാധനം ഹോളിൻ്റെ ചെറിയ പോർഷനിലേക്ക് വന്ന് കിടക്കും, അത് ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ മതി രണ്ട് സൈഡിലോട്ടും. ഇത് ഫ്ലെക്സിബിളാണ്, ഭയങ്കരമായിട്ടുള്ള ഫ്ലെക്സിബിളൊന്നുമല്ല, ചെറുതായിട്ട്. അപ്പോൾ അതങ്ങനെ വലിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ 125ൽ ഈ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുള്ള ലുക്ക് ഇതാണ്. എങ്ങനെയുണ്ട്? നൈസായില്ലേ ലുക്ക്? ആ ഒരു ലുക്ക് എങ്ങനെയുണ്ട്? എനിക്കെന്തായാലും ഇഷ്ടമായി. റാഷിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാവും ഈ ഒരു ലുക്ക് എന്ന് ഞാൻ വിചാരിക്കുന്നു.
അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് കണ്ടിട്ട് പോവാണ്. അപ്പോൾ എങ്ങനെയുണ്ട് പിന്നെ അവന് ഹോണിൻ്റെ കാര്യം മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. ഹോണ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഹോണ് ആ ഒരു നോർമൽ ഹോൺ തന്നെയാണ്. അപ്പോൾ അതും കൂടെ മാറ്റി കഴിഞ്ഞാൽ വണ്ടി അടിപൊളിയാവുമെന്ന് ഞാൻ പറയുന്നു. ഓൻ പറയുന്നു ഹോണ് പിന്നെ മാറ്റാമെന്നൊക്കെ. ഞാൻ കുറേ നിർബന്ധിച്ച് മാറ്റിച്ചിനി. അപ്പോൾ അതിനുള്ള വയറൊക്കെ അവർ ഇട്ട് തന്നിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, അവരാദ്യം പറഞ്ഞതെന്ന് പറയുമ്പോൾ ഒരു ഒറ്റ ഹോൺ മാറ്റി കഴിഞ്ഞാൽ അതിന് ആ ഒരു സൗണ്ട് കിട്ടുമെന്നാണ് ഇന്നലെ കൊടുത്തപ്പോൾ പറഞ്ഞത്. പക്ഷേ ഇപ്പം നോക്കിയപ്പോൾ ആ ഒരു സൗണ്ട് കാണില്ല. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ 2 ഹോണും മാറ്റണം, ആ ഒരു ഹോൺ കൂടി മാറ്റിയാലേ സൗണ്ട് കിട്ടുള്ളൂ. അപ്പോൾ 2 വർത്താനം പറഞ്ഞപ്പോൾ പിന്നെ വേണ്ടാന്ന് വെക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുമ്പോൾ ഒന്നാമത് റാഷിക്ക് താല്പര്യമില്ല. റാഷിനോട് പറഞ്ഞാണ് ഫണ്ട് എന്തായാലും തരില്ല, ഒറ്റ ഹോണിൻ്റെ കാര്യത്തേക്ക് പോകണ്ട, ബാക്കിയുള്ള കാര്യം ചെയ്താൽ മതിയെന്ന്. പിന്നെ ഞാൻ നിർബന്ധിച്ച് 200 രൂപ കൂടുതലുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞു ഈ ഒരു ഒറ്റ ഹോൺ മാറ്റുമ്പോൾ. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഓൻ ഈ ഒരു സംഭവത്തിലോട്ട് എത്തിയത്. അപ്പോൾ ഇങ്ങനെയും കൂടി വന്നപ്പം എന്താ പറയുക മാറ്റണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു സംഭവം കൂടി ചേഞ്ച് ചെയ്താൽ വണ്ടിയുടെ ലുക്ക് നൈസാവും. അപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഏകദേശം 630 ആ റേഞ്ച് കേട്ടോ ഈ ഒരു സാധനത്തിൻ്റെ പ്രൈസ്. അപ്പോൾ ഇത് ഷോറൂമിൽ ചളരിലില്ല, വേറെ ഒരുവിധം എല്ലാ സ്പോട്ടിലും ഉണ്ടാവും. ഇത് ഡിസ്കവറിൻ്റെ ആണ്. ഡിസ്കവറിൻ്റെ ക്യാബ്രയിൽ വാങ്ങിച്ചിട്ട് സെറ്റ് ആക്കിയാൽ മതി.